ഈ വേഷം നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. അമ്മച്ചി കപ്പലിന് കൊണ്ടുവന്നതാ. നിനക്ക് ബിയർ വേണം? അയ്യേ, എനിക്ക് വേണ്ട. എങ്കിൽ ഞാൻ നിനക്ക് ജ്യൂസ് തരാം. ഇരിക്കും. കുടിക്കും. വരൂ. ഇന്നലെ ഞാൻ എന്റെ മമ്മിക്ക് നിന്നെ കുറിച്ച് എഴുതി. എന്തെഴുതി? നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണെന്ന്. എന്താ നീ ചിരിക്കുന്നത്? എന്നെ കളിയാക്കല്ലേ പീറ്റർ? റോസി, സ്ത്രീ ഒരു തീനാളം പോലെയാണ്. അവൾ മനസ്സിലും ശരീരത്തിലും പറന്നു കയറും. പിന്നെ പുരുഷനില്ല, അവൾ മാത്രമേ ഉള്ളൂ. റോസി, നീ പൊയ്ക്കോ. വാ. ടാറ്റാ. ഓക്കെ, ബൈ. നിന്നെ ഞാൻ പിടിക്കും. എന്നെ കളിപ്പിക്കുന്ന മീനുണ്ടല്ലോ, അവനെ ഞാൻ പിടിക്കും. റോസി, റോസി, ആരാത്? I am Rosario here. എന്താ അങ്കിൾ? നീ പീറ്ററുമായി ഇപ്പോഴും കാണാറുണ്ടല്ലേടി? അതിന് ഈ രാത്രി. രാത്രിയോ? ഇപ്പൊ രാത്രിയോ? അയ്യോ അങ്കിൾ, എന്റെ വീട് അങ്കിൾ. അങ്കിൾ, അമ്മേ, അയ്യോ അമ്മേ, ഓടി വരും അമ്മേ. എന്റെ വീട് അങ്കിൾ. അയ്യോ, എന്റെ വീട് അങ്കിൾ. എന്താ എന്താ ഇവിടെ?
എടോ സാഹിബേ, താൻ പൊക്കോ. ഇനി എന്റെ കൈ വീണ താൻ ചത്തു. പേടിക്കണ്ട, ഞാൻ ഈ പുഴവക്കത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. പാലടച്ചു കിടന്നു. ഡാഡി എന്തിനാണ് ഹംസ തല്ലിയത്? ഓ, വെറുതെ നീ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. Just forget it. No. Tomorrow I'll face that son of a bitch. Bloody rascal. ഹംസേ, ആരാണ് ഇവിടെ ഹംസ? എവിടെ ഹംസ? ഹംസ എവിടെടാ? ദേ വരുന്നു. You bastard! നീ എന്റെ ഡാഡിയെ തല്ലിയല്ലേ? നിന്നെ ഞാൻ കൊല്ലുവിടാ, കൊല്ലും. എടാ, കൊല്ലാനും ചാകാനും എനിക്ക് മടിയില്ല. നിന്റെ ഡാഡിയെ തല്ലി എന്തിനാണെന്ന് നീ ചോദിച്ചോ? ഓടാ, പോയി ചോദിച്ചിട്ടോ. നിന്റെ ഡാഡിയെ കൊല്ലേണ്ടത് എന്നെയല്ല. റോസിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി കയറി ചെന്ന് അയാൾ അവളെ പിടിച്ചു. എടാ, നീ പോയി ചോദിക്കും. നിഷേധിക്കുകയാണെങ്കിൽ തിരിച്ചു വാ, ഞാൻ ഇവിടെ തന്നെ കാണും. താൻ കൊള്ളാവുന്ന ഒരുത്തനെന്നാ ഞാൻ കരുതിയിരുന്നത്. തനിക്ക് അവളുടെ അപ്പന്റെ പ്രായമില്ലേ? എന്നിട്ടാണോ താൻ എന്റെ മോളെ? ഞാൻ എന്റെ മോക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവളെ തൊട്ട് കളിച്ചാൽ തന്റെ ശവം ഞാൻ ഈ കടലിൽ ഒഴുക്കും. Teresa, you get out. എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. ഇനി എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും ഞങ്ങൾക്കൊരു സഹായവും ചെയ്യണ്ട. ഉപദ്രവിക്കാതിരുന്നൂടെ? നിന്റെ മോള് നല്ലവളായിരുന്നെങ്കിൽ എന്റെ മകൻ ഇത്രയ്ക്ക് ഇവിടെ വരുമായിരുന്നില്ല. അതിന് താൻ തന്റെ മോനെയാണ് അടക്കി നിർത്തേണ്ടത്. തന്റെ മോൻ കൊള്ളാവുന്നവനായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. I say you get the hell out of here. ഞാനൊരു പെണ്ണാണെന്ന് താൻ കരുതണ്ട. തന്നോട് പകരം ചോദിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. എന്റെ മോൾ ആരെങ്കിലും നശിപ്പിച്ചാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല. അപ്പനും മോനും സൂക്ഷിച്ചു. മര്യാദയ്ക്ക് ജീവിക്കുന്നത് നല്ലത്. ഡാഡി എന്തിനാണ് ഹംസയുമായി വഴക്കുണ്ടാക്കിയത്? വഴക്കുണ്ടായി. അതെന്തിനാണെന്നാണ് ചോദിച്ചത്. അത് നീ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അറിഞ്ഞു. ഡാഡി റോസിയുടെ വീട്ടിൽ കയറി അവളെ പിടിച്ചു. ലജ്ജയില്ലേ? എനിക്കൊരു പെണ്ണിനെ ആവശ്യമാണെങ്കിൽ ഞാൻ എന്റെ റോസിയെ തെരഞ്ഞെടുക്കുകയില്ല. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കും, ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഞാനത് മടിക്കുന്നവനല്ല. നീ റോസി വിവാഹം ചെയ്യരുത്. അതുകൊണ്ടാണ് അവളെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ നടന്നില്ല. ഞാൻ തോറ്റുപോയി. ഡാഡി മോനോ എന്നുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. പീറ്റർ ബോയ്, You are telling me? ഡാഡി എന്തു പറഞ്ഞാലും എങ്ങനെ എതിർത്താലും റോസിയെ എന്റെ ഭാര്യയാക്കി ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. നോ മൈ ഡിയർ ബോയ്, നോ. അതിന് നീ വേറെ വീട് അന്വേഷിക്കേണ്ടി വരും. താങ്ക് യു ഡാഡി.